ഗൈസ്, അപ്പോൾ നമുക്ക് ഫൈനലി വീട്ടിലെത്തി. ഇത് അപ്പുറത്തോട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. ഇതാണ് അമ്മൂമ്മയുടെ സ്വീറ്റ് ബോക്സ് പ്ലസ് അമ്മൂമ്മയുടെ ഹെയർ. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഈ മുടി വൈറ്റ് ആക്കാനാണ്. നമുക്ക് പോയിട്ട് റിയാക്ഷൻ നോക്കാം. വേണ്ട മുടി അതുപോലെ നരച്ചത് വേണമായിരുന്നു. നരച്ചതോ? ഇത് നരച്ചതല്ല, ഇത് നമുക്ക് നരപ്പിക്കാനുള്ള സാധനം. അതെ, ഇത് നോക്കട്ടെ. ഒത്തിരി കറുത്ത മുടി കെട്ടി നോക്കട്ടെ. ദേ, എല്ലാവരും പറഞ്ഞ പോലെ മുടി കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. കറക്റ്റ് സെറ്റായി. ഇനി ഇതൊന്ന് കറപ്പിച്ചാൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഈ തല അങ്ങ് കറപ്പിച്ചാലും മതിയെന്ന് തോന്നുന്നു. ഫുൾ കറപ്പിച്ചാലോ? മൊത്തം തലമുടി അങ്ങ് കറപ്പിച്ചേക്കട്ടെ. അമ്മൂമ്മയുടെ തലമുടി എന്നാ വേണം ചെയ്തോ. ഇതെന്റെ മാനേജർ അമ്മൂമ്മക്ക് തന്നതാ. ഇതെന്റെ കമ്പനിന്ന് അമ്മൂമ്മക്ക് തന്ന സ്വീറ്റ്സാ. അമ്മൂമ്മ വാർത്തയിലൊക്കെ വന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അറിഞ്ഞത്. ആ, എന്നിട്ട് എന്നാക്കെയായിരുന്നു വല്ലതും മനസ്സിലായോ അവര് പറഞ്ഞതൊക്കെ? ഇല്ല. എന്തിനാ അവര് വിളിച്ചത്? എന്നാക്കെ ചോദിച്ചു എന്നോടോ? ആ, ഇന്നലെ ആരും വിളിച്ചില്ലല്ലോ. ഇന്നലെ അല്ല, അന്ന് അമ്മൂമ്മ ഇവിടെ പത്രക്കാരൊക്കെ വന്നില്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ? നീ ഉണ്ടായിരുന്നല്ലോ. ഞാനില്ലല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച അല്ലായിരുന്നോ? ഞാൻ അന്നേരം ബാംഗ്ലൂരായിരുന്നല്ലോ. എന്നാ ചോദിച്ചു? എന്നെ അറിയാവോന്ന് ചോദിച്ചപ്പോ അറിയാൻ മേലെന്ന് എന്നാ പറഞ്ഞത്? ഗോപിക അറിയാവോന്ന് ചോദിച്ചില്ലേ? ഗോപിക അറിയാൻ മേലേ? എനിക്കവരെ അറിയത്തില്ല. ദൈവമേ, ഗോപിക അറിയാൻ മേലേ? അപ്പൊ ഞാൻ ആരാ? മീനു. ആ, എന്റെ ശരിക്കുള്ള പേരല്ലേ ഗോപിക? എനിക്കറിയാം. കൊള്ളാം. അയ്യോ, ആ ചാനലിലുള്ളവർക്ക് എന്റെ ശരിക്കുള്ള പേരെ അറിയത്തുള്ളായിരുന്നു. അവര് ചോദിച്ചു എന്നെ അറിയാവോ? അമ്മൂമ്മ പറഞ്ഞു അതാരാന്ന്. ഞാൻ നാണം കെട്ടുപോയി. അയ്യോടി കഷ്ടം. അമ്മൂമ്മയുടെ വീഡിയോ ഞാൻ എടുത്തിട്ട് അമ്മൂമ്മ എന്നെ നാണം കെടുത്തി. എന്നോട് പറഞ്ഞേച്ചു പോകണ്ടേ പേര്? അവര് വരുമെന്ന് ഞങ്ങള് പോലും അറിഞ്ഞില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ എന്നാക്കെ പറഞ്ഞു? അഞ്ജന ശ്രീധരൻ മറന്നുപോയോ? ഞാൻ ചെല്ലി ഇല്ല, ചൊല്ലിയില്ല. ചൊല്ലാൻ മറന്നുപോയായിരുന്നു. അയ്യോ, ഏതോ ഒന്ന് ഞാൻ ചെല്ലി. ആ, ചൊല്ലി. പക്ഷെ ഇച്ചിരിയേ ചൊല്ലിയുള്ളൂ. അതേന്നേ, അവരില്ലേ പെട്ടെന്ന് വന്നതുകൊണ്ടാ അമ്മുമ്മ പെട്ടെന്ന് മറന്നുപോയെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. അമ്മുമ്മ ന്യൂസിൽ വന്നത് കണ്ടായിരുന്നോ? വാർത്തയിൽ വന്നത് അമ്മുമ്മയുടെ വീഡിയോ കണ്ടായിരുന്നോ അമ്മുമ്മ? കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. അമ്മുമ്മ ന്യൂസില് ഞാൻ അവിടെ ഇരുന്നപ്പോ അമ്മുമ്മയെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അറിയാവോ? ഒരുപാട് പേര് കണ്ടു. അയ്യോ, ഇത് അമ്മുക്കുട്ടി അമ്മയല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൂപ്പറാ കാണാന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ ഇപ്പൊ എല്ലാരോടും പറഞ്ഞു അമ്മൂമ്മക്ക് വയ്യ, ചൂട് കാരണം ഭയങ്കര മേലാഴികയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ വെള്ളം കുടിക്കാത്തെ? വെള്ളം കുടിക്കണം കേട്ടോ. വയസ്സായില്ലേടി. മുടി ഇഷ്ടപ്പെട്ടോ? മുടി അത് അത്രയും കട്ടി പോരെ? അത് കൊല്ലതൊന്നും ഇല്ലല്ലോ. ഒത്തിരി വലിയതാണ്. അത് മുറിച്ചു കളയാം. നീളം കുറച്ചാ മതിയല്ലോ. വണ്ണം കറക്റ്റ് അല്ലേ? നരപ്പിക്കണം. ആ, നരപ്പിക്കാനുള്ള സാധനം ഉണ്ട്. നരച്ചത് എങ്ങും കിട്ടിയില്ല. എന്റെ കൂട്ടുകാർ വരെ പോയി തപ്പി. അറിയാവോ? എല്ലാവർക്കും കറുത്ത മുടി മതി, ആർക്കും നരച്ച മുടി വേണ്ട. പിന്നെ എന്നാ ഉണ്ട്? എല്ലാരും തിരക്കിന്ന് പറയാൻ പറഞ്ഞു അവിടുന്ന്. ആ, എല്ലാരും എന്നോട് ചോദിച്ചു മോഹൻലാൽ ഇനി വരുവോന്ന്. അല്ല, വരുവോന്ന്. ഈ വീഡിയോ എല്ലാം ഇത്ര ആയില്ലേ? അന്നേരം ഇനിയിപ്പോ മോഹൻലാൽ വരാതിരിക്കുവോ? വരണ്ടേന്നാ ചോദിക്കുന്നേ. വരട്ടെ അല്ലേ? ഉറപ്പ്. നമുക്ക് അതെനിക്കറിയാൻ മേല. വരുമ്പോ എന്തായാലും പറഞ്ഞിട്ടേ വരുവുള്ളൂ. നമ്മൾ എന്നാ കൊടുക്കണം? ഒന്നും കൊടുക്കുന്നില്ല. ആഹാരം കൊടുക്കണം? വേണ്ട, കൊടുക്കണ്ട. ഒന്നും വേണ്ട. അമ്മൂമ്മയെ കണ്ടിട്ട് പൊക്കോട്ടെ. വരുമ്പോ ആ, അന്നേരം മുടിയൊക്കെ നമുക്ക് വെക്കണം വെളുപ്പിച്ചിട്ട്. ഒരാഴ്ചത്തെ വിശേഷങ്ങള്. എന്തുമാത്രം ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കുന്നറിയാവോ? എന്നാ ഞാൻ പറയണ്ടേ? എന്റെ കാര്യമാണ്. എന്നായി
എന്ന് അറിയാൻ വേണ്ടി. അത് വീഡിയോ കോൾ വരെ വിളിക്കാൻ പറഞ്ഞു. അയ്യോ അന്നില്ലേ അവര് ടിവിന്ന് വിളിച്ചില്ലായിരുന്നോ, ചെവിയിലൊരു സാധനമൊക്കെ വെച്ച് വല്ലോം കേക്കായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ചിറ്റയൊക്കെ ഇവിടെ നിന്നപ്പം കുറച്ച് ആൾക്കാർ വന്ന് വീഡിയോ ഒക്കെ പിടിച്ചില്ലായിരുന്നോ? അന്നേരം അവര് ചെവിയിൽ ഒരു സാധനം വെച്ചില്ലേ, അത് കേക്കായിരുന്നോ? ആ എനിക്ക് തോന്നി ഒന്നും കേക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും മറുപടി പറയാൻ പറ്റാഞ്ഞല്ലേ. എല്ലാരും അതെന്നോട് ചോദിച്ചായിരുന്നു. എത്ര ആ ടി വി വന്നപ്പോ തന്നെ എനിക്ക് എല്ലാരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അറിഞ്ഞു അമ്മൂമ്മ ടി വി വന്നു, അമ്മൂമ്മ ടി വി വന്നു എന്ന് പറഞ്ഞ്. എന്നെ ആളായി പ്രശസ്തി. അതെ, ഈ കട്ടിലിൽ കിടന്നിട്ട് ഇത്രയും വലിയ പ്രശസ്തി എത്തിയല്ലോ എന്ന്. എന്റെ ഏടിക്കാ ഫാൻസ്. എന്റെ ഏടിന്ന് വിളിക്കുന്നതിനാണ് ഫാൻസ് എന്ന്. എന്തോ എല്ലാരും അറിയുന്നുണ്ട് അല്ലേ? ഇനി അറിയാൻ ആരാ കേരളത്തില്? അതെ, ഇനി ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ. ഇനി അമേരിക്കൻ പ്രസിഡന്റ് മാത്രമേ അറിയാനുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അറിഞ്ഞു കാണും ആരാന്ന്. അയ്യോ, കേരളത്തില് ഫോണുള്ള എല്ലാവർക്കും അമ്മുമ്മ അറിയാം. അമ്മുമ്മയുടെ വീഡിയോ 80 വയസ്സുള്ള വേറൊരു അമ്മുമ്മ കണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഒരാള്. ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ്. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അവര് അമ്മുമ്മയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുവാന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എത്ര അന്വേഷണങ്ങൾ വന്നു എന്നറിയാവോ? അമ്മുമ്മ എടീന്ന് വിളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ആ എന്റെ ഏടി, ഒന്ന് കഴിച്ചിട്ട് പോടി. അമ്മുമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്ത. ശോഭന ഇല്ലേ, ശോഭന. ആരാ ശോഭന? ആ അത് തന്നെ. ആ ശോഭന അമ്മുമ്മയുടെ വീഡിയോയ്ക്ക് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇട്ടു. എന്നാ ചെയ്യൂ ഇപ്പം? ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ശോഭന അമ്മുമ്മയുടെ വീഡിയോ കണ്ടു. സന്തോഷായോ? അമ്മുമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടിയല്ലേ? ആ അമ്മുമ്മ ഒത്തിരി പേര് അമ്മുമ്മ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കും. അമ്മുമ്മ അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മുമ്മ പറയുന്നത്, പട്ടിക ചൊല്ലുന്നതൊക്കെ. അമ്മുമ്മ പട്ടിക ചൊല്ലിയതൊക്കെ മറന്നുപോയോ? ആ എന്നിട്ട് TV ചാനലിൽ നിന്ന് ചോദിച്ചപ്പോ എന്നാ അമ്മുമ്മ പറയാഞ്ഞത്? എന്നോട് ചോദിച്ചു. ആ വിളിച്ച പെങ്കൊച്ച് ചോദിച്ചില്ലേ? ആ ഞാൻ ആരാന്ന് ചോദിച്ചത്. ഏറ്റവും സങ്കടമായി പോയത്. എന്തായാലും പാട്ട് പാടി. അഞ്ജന ശ്രീധരെയൊക്കെ ഞാൻ പാടിയല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ആ പാടിയായിരുന്നു, പക്ഷെ അമ്മുമ്മ മറന്നു പോയായിരുന്നു. ആ പാടിയായിരുന്നു. അവര് വന്നപ്പോ ഉള്ള റിയാക്ഷനിൽ എന്തെങ്കിലും കോമഡി ഒക്കെ നടന്നോ? ടിവിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചില്ല, അന്നേരം അമ്മൂടെ ഇങ്ങനെ 106 വയസ്സുള്ള അമ്മ ഇങ്ങനെ അമ്മൂമ്മയുടെ ആഗ്രഹം എന്നതാ, ഏറ്റവും മോഹൻലാലിനെ കാണുന്നല്ലേ അമ്മൂമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അമ്മയ്ക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് ശരിക്കും കേൾക്കുന്നില്ലായിരുന്നേ. അന്നേരം പിന്നെ ചിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. ചിറ്റി അന്നേരം അമ്മയുടെ ചെവി പിന്നെ ഊരിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കീർത്തനം ചെല്ലാനൊക്കെ. അതൊക്കെ ചെല്ലി നല്ലതായിട്ട്. പക്ഷെ അന്ന് രാവിലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഛർദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് കുളിപ്പിച്ചൊക്കെ അവിടെ കൊണ്ടിരുത്തിയത്. അതിന്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അമ്മയ്ക്കെന്ന്. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറയും എനിക്ക് 106 വയസ്സുണ്ടെന്ന്. ആരാ പറഞ്ഞു? എനിക്ക് 101 വയസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമ്മളെ ഇന്ദ്രചേച്ചിയില്ലേ, ഇന്ദ്രചേച്ചി പറഞ്ഞു അവര് ഈ 106 ആളെയാ തപ്പി നടക്കുന്നത്. ഇനി നമ്മ 101 ഞാനും പറഞ്ഞെങ്കിൽ പിന്നെ അവര് വേറെ ആളെ നോക്കി. അത് കേട്ടപ്പോ പറയാം ഉണ്ടോ എനിക്ക് 106 തെളിവ് സഹിത ആധാർ കാർഡ് ഇലക്ഷൻ ID 1920 നടക്കുന്നത്. ചാനലുകാര് വിളിച്ചപ്പം പ്രായം കുറച്ച് പറഞ്ഞായിരുന്നു അമ്മൂമ്മ. അമ്മൂമ്മക്ക് എത്ര വയസ്സായി ഒന്ന് പറഞ്ഞേ? 102 കൂടുതലായിട്ടില്ല. തെളിവ് വേണോ? തെളിവ് തരട്ടെ. അമ്മൂമ്മയുടെ തിരിച്ചറിയൽ കാർഡില്ലേ നമ്മുടെ വോട്ട് ചെയ്യാൻ പോകുന്നേ, അതിൽ 1920. ഈ വർഷം അമ്മൂമ്മക്ക് 106 വയസ്സാവും. എന്നാ ചെയ്യും? സന്തോഷല്ലേ? അതാണ് അടിപൊളി. അതുകൊണ്ടാണ് ന്യൂസുകാരൊക്കെ വന്ന് നമ്മളോട് തിരക്കിയത്. 100 വയസ്സുള്ള ഒത്തിരി പേരുണ്ട്, 106 വയസ്സുള്ള ആള് കുറവാ.
ആ 106 വയസ്സിലും പട്ടികയൊക്കെ ചൊല്ലുന്നില്ലേ? ആ, അതാണ് സന്തോഷം. ഇപ്പൊ അസുഖമൊന്നും ഇല്ലല്ലോ, കുറഞ്ഞില്ലേ? എല്ലാം ഓക്കെ ആയില്ലേ? വണ്ടിയല്ലേ ശരിക്കും. കേരളം മൊത്തം അമ്മൂമ്മയായിപ്പോയി. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? പാവപ്പെട്ട വേറെ എത്രയോ അമ്മൂമ്മമാരുണ്ട്, അവരെ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടെന്ന്. എന്നാ ചെയ്യും? അയ്മനത്തിനൊരു ബ്രാൻഡായി അല്ലേ? ഇപ്പൊ അയ്മനം എന്ന് പറയുമ്പോ പണ്ട് ഓരോ ആൾക്കാരുടെ അരുന്ധതി റോയും അല്ലെ, അതൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അമ്മുക്കുട്ടി അയ്മനം എന്നാണ് അറിയപ്പെടുന്നത്. അയ്മനം അമ്മുക്കുട്ടി. നീ എന്നാ കഴിച്ചത്? ഞാൻ കഴിച്ചത് എന്നായിരുന്നു? ഞാൻ കഴിച്ചത് അപ്പം. ഞാൻ ഇന്നലെ വന്നതാ. എവിടുന്ന്? ബാംഗ്ലൂരിന്ന്. ഇന്നലെ ഞാൻ പിറവത്തിന് വന്നു. പിറവത്തുനിന്ന് ഇന്ന് രാവിലെ കോട്ടയത്തിന് വന്നത്. നീ ബാംഗ്ലൂര് പോയിരിക്കുവായിരുന്നല്ലേ? ആരുടെ കിടക്കുന്നു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വിളിച്ചു. ബാംഗ്ലൂര് പോകുന്നതിന്റെ അന്ന് വന്ന് എന്താ പറയാ, യാത്ര പറഞ്ഞു. ദോശ തിന്നു. ദോശ തിന്നാൻ ആരാ എന്നോട് പറഞ്ഞ? ഇവിടുന്ന് ദോശ തിന്നാൻ ആരാ എന്നോട് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല. അമ്മൂമ്മ ആരുടെ വീട്ടിലാ ഇപ്പൊ താമസിക്കുന്നത്? എന്നല്ലേ ഇതേതാ വീട്? പിന്നെന്നാ ഈ വീട്ടിൽ കിടക്കുന്നത്? ഇത് അതുകൊണ്ടാ വീടാ. ആണോ? ഉറപ്പാണോ? അപ്പൊ പേരമ്മയോട് മാറ്റി ചോദിച്ചു. രാവിലെ എന്നാ പിന്നെ മാറ്റി ചോദിക്കുന്നത്? രാവിലെ എന്നെ മറന്നുപോയോ ഇതേതാ വീടെന്ന്? അമ്മൂമ്മ പേരമ്മയോട് ചോദിച്ചില്ലായിരുന്നു ഇതാരുടെ വീടാന്ന്? ചോദിച്ചമ്മൂമ്മ. ഇപ്പൊ ഞങ്ങൾ അത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വേറെ വീട്ടിലാ ഞാൻ കിടക്കുന്നത്. ആ, സ്ഥലം മാറിയതാ. ഈ മുറിന്ന് അപ്പുറത്തോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ ഓമനയുടെ കൂടെ. ആ, ഇതേതാ ഓമനയാ? ചന്ദ്രന്റെ ഭാര്യ. ആ, ചന്ദ്രന്റെ ഭാര്യ. ഇതാരാ? അതെന്റെ മകൾ ഓമന. ആണോ? ഓച്ചി ഓമന. അമ്മൂമ്മേ, വാർദ്ധക്യ പെൻഷൻ വന്നോ? അമ്മൂമ്മയുടെ പെൻഷൻ വന്നോന്ന്? വന്നില്ലെന്നോ തോന്നുന്നു. വന്നില്ല. 25-ാം തീയതി കഴിഞ്ഞേ വരുള്ളൂ. ആരാ പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നത്? ഓമന. ആണോ? കൊണ്ടത്തരുമല്ലോ. ഓമന മേടിക്കും. അമ്മൂമ്മയുടെ കൈ കൊണ്ടത്തരും. എനിക്ക് ഓമനയെല്ലാം നോക്കുന്നുണ്ട്. എനിക്കെന്തിനാ പൈസ? ആ തിരിച്ചറിവ് എല്ലാവർക്കും വേണം അല്ലേ? ഓമനയാണ് എല്ലാം നോക്കുന്നത്. എന്നാലും അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? ഇല്ല. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. നന്നായി. 100 വയസ്സ് കഴിഞ്ഞവർക്കും കിട്ടും. 100 വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങ് നിർത്താൻ പറയാം. അതെന്നാ? പിണറായിയെ പിടിച്ചോണ്ട് പോവാ അമ്മൂമ്മ. എന്നാ ഞാൻ ഇത് പറയാൻ പോവാ. 100 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തിനാ പെൻഷൻ? നിർത്തിയേക്കട്ടെ. ഇനി വാങ്ങിക്കണ്ട. പിന്നെ അതെന്നാ? പൈസ എപ്പോഴും ആവശ്യമല്ലേ? എന്നാലും അമ്മൂമ്മ ഇപ്പൊ എവിടെയും പുറത്തു പോകുന്നില്ലല്ലോ. അപ്പൊ അമ്മൂമ്മക്ക് എന്തിനാ പൈസ? പേരമ്മയ്ക്ക് ആ പെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു. പേരമ്മയ്ക്ക് വേറെ പെൻഷനുണ്ട്. എന്നാ നിർത്തിയേക്കാം. അടുത്ത മാസം പോലെ വാങ്ങിക്കണ്ട അല്ലേ? അത് സാധാരണ പാവം വേറെ ആൾക്കെങ്കിലും കൊടുത്തേക്കാം. പിന്നെ കൊള്ളാം. കഷ്ടം. അമ്മൂമ്മ അറിഞ്ഞോ വയസ്സായവരുടെ പെൻഷൻ 2000 രൂപ ആക്കിയെന്ന്? സത്യം അറിഞ്ഞില്ലേ അമ്മൂമ്മ? അമ്മൂമ്മ മറന്നുപോയതാ. 2000 ആക്കി. 2000 രൂപയാക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, മക്കളൊക്കെ ഇനി ഗവൺമെന്റ് ജോലിക്കാരല്ലേ, അതുകൊണ്ട് ഇനി അമ്മൂമ്മയ്ക്ക് പെൻഷൻ കിട്ടുവോ? അവരങ്ങനെയൊക്കെ ഇനി നിർത്തുമായിരിക്കും. നിർത്തട്ടെ അല്ലേ? അതെ, അത്യാഗ്രഹം വേണ്ട അല്ലേ? എന്നാലും 2000 രൂപ ആക്കി. കഴിഞ്ഞ ഏത് മാസം മുതൽ? നവംബറോ? കഴിഞ്ഞ നവംബർ മുതൽ 2000 ആക്കി. അമ്മൂമ്മ അയ്മനംകാരിയാന്ന് പറഞ്ഞിട്ട് അമേനൂരുള്ളവര് പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരാന്ന്. അതെന്നെ അയ്മനംകാരെന്ന് പറയുന്നേന്ന്. അമേനൂരും അയ്മനവും തമ്മിൽ അടിയായി. അമ്മൂമ്മ അവിടെ വേണമെന്ന്. ഇനി ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയതാണേലും അമേനൂര് ജനിച്ച ആള് അമേനൂർക്കാരാന്ന്. എന്നാ പറയണ്ടേ? എന്നാ അമേനൂർക്കാരാന്ന് പറഞ്ഞേക്കട്ടെ.
അതോ അമ്മൂമ്മ അയ്മനംകാരിയാണോ? ഇപ്പം ഇന്നും ഇപ്പൊ അമ്മൂമ്മ തീരുമാനിക്കണം, ഒരെണ്ണേ പറയാമുള്ളൂ. അയ്മനാണോ അമയന്നൂരാണോ? ആ എനിക്കറിയാൻ മേല. ഇപ്പൊ അമയന്നൂരല്ല, ഇപ്പൊ അയ്മനം. എന്നാലും അമയന്നൂർക്കാരാന്ന് പറഞ്ഞേക്കാം. അമ്മൂമ്മ ഒരു കാര്യം അറിഞ്ഞോ? ഏത് കോളേജായിരുന്നു? മാലം കോളേജില്ലേ, മാലം. ഏതാ കോളേജ്? പ്രിയപ്പെടുത്തി ആ, അത് ഓർമ്മയുണ്ട്. സെന്റ് മേരീസ്. ആ കോളേജിന്റെ പേര് സെന്റ് മേരീസ് എന്നാ കേട്ടോ. അവിടെയുള്ള സാറുമാരൊക്കെ അമ്മൂമ്മ അവിടെ കൊണ്ടുവരാവോന്ന് ചോദിച്ചു. അയ്യോ, വിശിഷ്ട അതിഥി. അയ്യോ, ചീഫ് ഗസ്റ്റ് അല്ലേ? ആ, വിശിഷ്ട അതിഥിയായിട്ട് കൊണ്ടുവരാവോന്ന് ചോദിച്ചു. എന്നാ വേണം ഇനി? ഞങ്ങളൊക്കെ കൂടെ വന്നോട്ടെ, പോകണോടി. ഞങ്ങളൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വന്നോളാം. എടി എനിക്ക് പോകാവോ? നടന്നൊന്നും പോകണ്ട, വണ്ടിയെ കയറ്റി അവിടെ കൊണ്ടുവന്ന് ആ സീറ്റേലൊന്ന് ഇരുന്നാ മതി. പക്ഷെ അവര് പട്ടിക ചൊല്ലിപ്പിക്കും. ഇഷ്ടം പോലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ പലതും ചോദിക്കും. എന്നാ ചെയ്യും? പട്ടികയും പല കാര്യങ്ങളും ചോദിക്കും. ഓ, ഇനി എങ്ങനെ പോകും നമ്മള്? നമുക്ക് പോകണ്ടേ? നടന്നല്ലോ. നടന്നല്ല, പക്ഷെ വണ്ടിയെ കേറുന്നിടം വരെ നടക്കണ്ടേ. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേജിലൊക്കെ കേറണ്ടേ. സ്റ്റേജിൽ കയറി എന്നാ പ്രസംഗിക്കും? ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, 10,000 പിള്ളേരുണ്ട്. അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ ആണോ പോകാൻ? എന്നാ വേണ്ടല്ലേ? ഇന്ന് വേണ്ട, പതുക്കെ പോയാലോ? എന്നോട് എന്നാ ഈ വയസ്സായി എന്നോട് എന്താ ചോദിക്കാൻ? ആ, വയസ്സായവരെ അവർക്ക് ഇഷ്ടം, പ്രായം കുറഞ്ഞവരൊന്നും ഇഷ്ടമില്ല. എന്നെ കൊണ്ടുപോവോ കൂടെ? നീ ഞങ്ങളെ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോയില്ല, അമ്മൂമ്മ ഇപ്പൊ എന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയായി. കൊണ്ടുപോവാ. ചിറ്റയുടെ കൂടെ LIC ജോലി ചെയ്യുന്നവര് വന്നില്ലായിരുന്നോ? അവര് വന്നപ്പോ അമ്മൂമ്മ എന്നാ ചോദിച്ചത് ഞാൻ അറിഞ്ഞു. അങ്ങോട്ട് ചോദിച്ചോ? ആ, എന്നാ ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? മോഹൻലാലിന്റെ കൂട്ടുകാരാണോന്ന്. ആ, കൂടെ ജോലി ചെയ്യുന്നവരാണോന്ന്. ആണോ? അമ്മൂമ്മ അങ്ങനെ ചോദിച്ച അമ്മൂമ്മ LIC ജോലി ചെയ്യുന്നവരോട്. അവരപ്പൊ എന്നാ പറഞ്ഞു? ചിറ്റയുടെ കൂടെ ജോലി ചെയ്യുന്നവരാന്ന്. അത് കേട്ടിട്ട് ആൾക്കാർ മറുപടി പറഞ്ഞു. ഇനിയിപ്പൊ എന്നാ പറയണം? LICന്ന് വന്ന് അവരെന്നാ കൊണ്ടുപോന്നെ? അമ്മൂമ്മക്ക് ഈന്തപ്പഴം ഒക്കെ കൊണ്ടുവന്നായിരുന്നു, അറിഞ്ഞോ? ഒരു സെറ്റും ഉണ്ട്, ഈന്തപ്പഴം അതൊക്കെ ഉണ്ട്. ഓറഞ്ച്, വട, ഐസ്ക്രീം ഇതൊക്കെ കിട്ടിയോ? ഇനിയിപ്പൊ നമുക്ക് കൊറേ നാൾ ആരെയും കാണണ്ട. കാരണം അമ്മൂമ്മക്ക് വയ്യല്ലോ. നമുക്ക് പിന്നെ പറയാം എല്ലാരോടും വരാൻ. എന്നെ കാണാൻ വരൂല്ലേ? ആ, കാണാൻ വരുന്നവരെ. അപ്പൊ അമ്മൂമ്മക്ക് പനിയും ചുമയൊക്കെ പിടിക്കത്തില്ലേ? ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. ആഹാ, ഇന്നലെ ഞാൻ വരുന്നിടം വരെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഓക്കെ ആയോ? ഇനി പറയാലോ. വയസ്സായ മേലാഴികയുണ്ട്. ആണല്ലേ? അത് മതി. അതും ഒരു മേലാഴിക ഒന്നും അല്ല. ഇപ്പൊ ഭയങ്കര എനർജി ആയല്ലോ. രാവിലെ വന്ന് കണ്ട രൂപമേ അല്ല. ഓൾ സെറ്റ്, എല്ലാം സെറ്റായി. ഇനി നമുക്ക് നടന്ന് കോളേജിൽ പോകേണ്ടതാ. എണീറ്റ് നടക്ക്. ആരുടെ കോളേജ്? എവിടെയാ ഇപ്പൊ പറഞ്ഞ? ഏത് കോളേജിൽ പോകുന്ന? മാലം കോളേജ്. കോളേജിൽ പോയി കഴിഞ്ഞാൽ കീർത്തനം പാടാൻ പറ്റുകയല്ല, പദ്യം തന്നെ ചൊല്ലണം. അയ്യോ, ആ, പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല. പടം മോഹിച്ചൊരുത്തിനെ ചതിച്ചിടല്ല. അറിവുള്ള ജനം ചൊന്ന വചനത്തെ മറക്കല്ല. അറിവില്ലാത്തവർ പിൻപേ നടന്നിടല്ല. ഗുരുനാഥനരുൾ ചെയ്താൽ എതിർവാക്കോ പറകല്ല. മരണമുണ്ടെനിക്കെന്നതൊരിക്കലും മറക്കല്ല. അടിപൊളി. പെട്ടെന്ന് ഓർത്ത് പാടിയതാണല്ലോ ഇത്. അല്ല, കോളേജിൽ ചെല്ലാൻ പറ്റിയതാ. കോളേജിൽ പാടാൻ പറ്റിയത് തന്നെയാ. ഗുരുനാഥൻ ഉണ്ടെന്ന് മറക്കരുതെന്ന് അല്ലേ? കൊള്ളാം. ഇതാര് പഠിപ്പിച്ചതാ? അതൊക്കെ ആരാ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്.
പ്രശസ്തിയൊക്കെ കിട്ടിക്കഴിയുമ്പം എന്നെ മറന്നു പോവോ? അതില്ല, ആരെയും മറക്കുകയില്ല. എന്നെ മറന്നു പോവോ? അതെനിക്ക് അറിയണം. ഞാനല്ലേ വീഡിയോ ഒക്കെ എടുത്തത്. എന്നോടൊക്കെ മിണ്ടുവോ ഇനി? എടി, ഞാൻ ആരെയും മറക്കുകയില്ല, ആരോടും വഴക്ക് പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ മോഹൻലാലൊക്കെ വന്നു കഴിയുമ്പോ വലിയ ജാടയാവും അമ്മൂമ്മക്ക്. എന്നാ ചെയ്യും ഞാൻ അന്നേരം? ഇവിടെ വരുവോ? ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ പിന്നെ എന്നോട് മിണ്ടുവോ? അമ്മൂമ്മ പിന്നെ എന്നോട് മിണ്ടുവോ? അപ്പൊ എന്നാ, നീ ആരാ? എപ്പോഴും ഉള്ളതല്ലേ. നമുക്ക് അമ്മൂമ്മയുടെ വീഡിയോ നിങ്ങൾ പറഞ്ഞ പോലെ അമ്മൂമ്മയെ തന്നെ ഒന്ന് കാണിച്ചു നോക്കാം എന്താണ് റിയാക്ഷൻ കേട്ടോ. കേക്കാവോ? എന്നോ കേട്ടോ. കേൾക്കുന്നില്ല. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടാണല്ലേ? അതെ. അത് വീഡിയോയോ? ലാലേട്ടനെ കാണണോ? ലാലേട്ടനെ കാണണോന്ന്. ആ, കാണണം. അമ്മൂമ്മ അത് വീഡിയോയാ? ആ, കുഴപ്പമില്ല. മോഹൻലാലിനെ കാണണോന്ന് അമ്മൂമ്മയ്ക്ക്. ആ, കാണണം. ആ, കാണണം. വീഡിയോ ആണെന്ന് അറിയാം. അമ്മൂമ്മ ആഗ്രഹം. അമ്മൂമ്മയോട് ഒരു ചോദ്യം. അമ്മായിയമ്മ പോരെടുക്കുന്നവരോട് എന്നാ പറയാനുള്ളത്? അമ്മായിയമ്മ പോലെടുക്കുന്നത് ദോഷമാണ്. ആണോ? നമ്മുടെ വീട്ടിൽ വരുന്ന പെണ്ണുങ്ങളോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറണം. അതെ, കാരണം അവരല്ലേ പിന്നെ നോക്കേണ്ടത്, അല്ലേ? അമ്മൂമ്മ എല്ലാവർക്കും അതല്ലേ ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ അമ്മായിയമ്മയോട് പോരെടുക്കുന്ന മരുമക്കളോട് എന്നാ പറയാനുള്ളേ? അത് തെറ്റാണ്. ആ, തെറ്റാണ്. സ്വന്തം അമ്മയെ പോലെ കാണണം. സ്വന്തം അമ്മയെ പോലെ തന്നെ വിചാരിക്കണം. അതെ. പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ? അതെ. നമ്മളെല്ലാവർക്കും കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, അല്ലേ? നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ കൊടുക്കണം. കഴിവില്ലെങ്കിൽ കുഴപ്പമില്ല. അമ്മൂമ്മയുടെ അഭിപ്രായം എന്നാ? കഴിവുണ്ടെങ്കിൽ കൊടുക്കണം എല്ലാവർക്കും. ആ, വിഷമമുള്ളവർക്കൊക്കെ. വിഷമമുള്ളവർക്കൊക്കെ അത് നല്ലൊരു കാര്യമാണ്. ഗൈസ്, ഞാൻ അമ്മൂമ്മയിൽ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണത്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അതാണ് അമ്മൂമ്മയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല, അല്ലേ? അത് നിവൃത്തിയുള്ളവർ കൊടുക്കണം. എന്നാ ഞാൻ അപ്പുറത്തോട്ട് പോവാ. എല്ലാവർക്കും ഒരു ബൈ പറയാവോ? ആ, എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേക്ക്. എല്ലാവർക്കും ഒരു ബൈ. എന്തോ? ബൈ 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 ബൈ. ആ, എല്ലാവർക്കും ഒരു ബൈ ബൈ. ഞങ്ങൾക്ക് ജോലിയുണ്ട്. ആ, ഉണ്ട്. ആ